ഹായ് ഹലോ, ഇന്നത്തെ പരിപാടി നമുക്ക് ഫുഡ് അടി ആയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെറുപയറും കായും കൂടിയിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു, അങ്ങനെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഒരു പപ്പടം കൂടി രാവിലത്തെ കുശാലായി ഗൈസ്. അങ്ങനെ ഉച്ചയായപ്പോൾ കുട്ടിപ്പട്ടാളത്തിന് ചോറ് കൊടുക്കലായി. അങ്ങനെ വെളിയിൽ പോയിട്ട് കാക്കനെയും പൂച്ചേനെയും മാങ്ങേനെയും കോഴിനെയൊക്കെ കാണിച്ചിട്ടാണ് കൊടുക്കൽ. അവർക്ക് പിന്നെ കറിയിലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് വറുത്ത് പപ്പടം കൂട്ടിയിട്ട് അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു, ഞാനും കഴിച്ചു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ അറിഞ്ഞതിൻ്റെ സ്ക്രീൻ ചെറുതായി പോയിന്ന്. സോറി ഗൈസ്, നെക്സ്റ്റ് ടൈം നമുക്ക് എടുക്കുമ്പോൾ സെറ്റാക്കുക കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ 4 മണിയായപ്പോൾ ചായ വെച്ചു. ചായ വെച്ചിട്ട് ചായ പിള്ളേർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന ചായ കൂടി നല്ല ചൂട് ചായ ആയിരുന്നു കേട്ടോ. അയ്യോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായേൻ്റെ കൂടെ കേക്കായിരുന്നു കേട്ടോ. ഈ ടൈപ്പ് കേക്ക്, ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല തോന്നണു. ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം കേക്ക് ആയതുകൊണ്ട് കഴിച്ചു വന്നപ്പോൾ ചായക്ക് മധുരം കുറഞ്ഞു ഗൈസ്. അതാണ് എനിക്ക് സങ്കടം വന്നത്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. അപ്പത്തിന് രാവിലെ ആക്കി വെച്ചതാണ്. അപ്പോൾ പുളിച്ചിട്ടുണ്ട്, അത്യാവശ്യമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരത്ത് അപ്പം ഉണ്ടാക്കാം. ഓക്കെ, അതാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വ്ളോഗ്. ഇതൊക്കെ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ കൊച്ചു കൊച്ചു വീട്ടിലെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് നമ്മുടെ മാവ്. എപ്പോഴൊന്നും പലഹാരം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കൂടുമ്പോൾ എനിക്കൊരു മൂടൊക്കെ തോന്നണം, ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് അങ്ങനെ നമ്മൾ മാവരച്ച് സെറ്റാക്കി വെക്കും. ചിലപ്പോൾ അടുപ്പിച്ച് ഒരേ പലഹാരമായിരിക്കും, ചിലപ്പോൾ കുറേ നാളേക്ക് ഒന്നും ഉണ്ടാക്കാൻ ഉള്ളൊരു മൂഡ് ഉണ്ടാവില്ല, അപ്പോൾ ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ഒരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ അപ്പത്തിൻ്റെ ഇതും കൂടി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ രണ്ടുപേര് വൈകുന്നേരമായ ഒരു കളിയും കഴിഞ്ഞ് ഒരു വീഴ്ചയും വീണ്, ചേച്ചി അനിയത്തിയും കൂടി കളിച്ച് വീണ് ഒരു കരച്ചിലും കഴിഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പാണ്. അമ്മ വിശക്കണു പറഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് രണ്ടുപേരും കൂടി കൊടുത്തത്, രണ്ടുപേരും കൂടി ഇപ്പോൾ കഴിക്കുകയാണ്. അപ്പോൾ ഇത് സ്ഥിരമാണ്, വൈകുന്നേരമായ ഒരു കളി ഉണ്ടാവും, ഒരു വീഴ്ച. ഇതല്ലെങ്കിൽ മസ്റ്റായിട്ട് ഒരു തല്ല് ഉറപ്പാണ്. ഇല്ല നീലു, കിട്ടില്ലേ? ഇന്ന് ആർക്കാ കിട്ടി? അവള് വീണു. ആർക്കാ തല്ല് കിട്ടിയത്? ആർക്കാ കിട്ടി? അങ്ങനെ പിള്ളേരുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും നൈസായിട്ട് വേഗം തന്നെ എൻ്റെ പരിപാടി ഇങ്ങനെ കഴിച്ചു. അപ്പവും ചിക്കൻ കറിയായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്തുന്നതൊന്നല്ല, കാര്യമായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഓക്കെ, ബായ്. ബായ് ബായ് പറ, ഫ്രണ്ട്സ് കൊടുക്കാം. ബായ്.